ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ ജനതയുടെ വികസനത്തിനുള്ള സാമ്പത്തിക വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഡോക്ടർ അംബേദ്കർ ജനമഹാപരിഷത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി അവസാന വാരം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 75 വർഷം മുമ്പ് അന്നത്തെ ജനസംഖ്യാ കണക്കുമനുസരിച്ച് 10% പട്ടികജാതിക്കാർ. എല്ലാ വർഷവും ഈ 10%മാണ് അതിന്റെ തോതനുസരിച്ചാണ് സാമ്പത്തികം ഗവൺമെന്റ് മാറ്റിവെക്കുന്നത്. ഈ 75 വർഷത്തിന് ശേഷം 10 ഇരട്ടി ജനസംഖ്യ പട്ടികജാതിക്കാർ വർദ്ധിച്ചു കഴിഞ്ഞു. അത് സർക്കാർ കാണുന്നില്ല. ഇവർ പറയുന്ന പട്ടികജാതിക്കാർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനുശേഷം 75 വർഷത്തിനകത്ത് എത്രത്തോളം കോടിക്കണക്കിന് പട്ടികജാതിക്കാരോട് വർദ്ധിച്ചു കഴിഞ്ഞു. 1% പോലും പട്ടികജാതി സംവരണം വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ വർഷം ബഡ്ജറ്റിൽ അത് അനുസരിച്ച് സാമ്പത്തിക തോത് വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പല പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും സാമ്പത്തികമില്ലാത്തതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് സംസ്ഥാനത്ത് കാണുന്നതെന്നും പട്ടിക വിഭാഗ ജനത അന്നത്തെക്കാളും 4 ഇരട്ടി കൂടുതലായിട്ടും സർക്കാർ കാണുന്നത് പഴയ 10% അടിസ്ഥാനത്തിന്റെ ആയതുകൊണ്ടാണ് വികസന പദ്ധതികൾക്ക് ഫണ്ടില്ലാതെ വരുന്നതെന്നും അംബേദ്കർ ജനപരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. ഭൂരഹിതരായ പട്ടികജാതി വർഗക്കാർക്ക് 1 ഏക്കർ കൃഷിഭൂമി ഏർപ്പെടുത്തുക, ഭവന നിർമ്മാണത്തിന്റെ ഗ്രാന്റ് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി അവസാന വാരം സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികളായ രാമദാസ് വേങ്ങേരി, TV ബാലൻ പുല്ലാളൂർ, സുബ്രഹ്മണ്യൻ ഐക്കരപ്പടി തുടങ്ങിയവർ പറഞ്ഞു. ജാതി സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര ശതമാനം പട്ടികജാതിക്കാർ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാരുടെ സംവരണ തോത് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ പാവപ്പെട്ടവന്റെ പേരിൽ അധികാരത്തിൽ കയറിയിരിക്കുന്ന ആളുകൾ, പാവപ്പെട്ടവന് വേണ്ടിയിട്ട് വാളെടുക്കുന്ന ആളുകൾ ഇപ്പോൾ പാവപ്പെട്ടവന് നേരെ കത്തിയായി വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് INTUC ഉണർത്ത് സമരം നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം